എല്ലാവർക്കും യൂത്ത് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം പ്രഭാത് ഭായ് ആണുള്ളത്. വെൽക്കം പ്രഭാത് ഭായ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്നത്തെ ഒരുപാട് യൂത്ത് ഇപ്പോൾ ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഐ ആം നോട്ട് ഡൂയിങ് വാട്ട് ഐ ലവ് എന്നുള്ളത്. അത് ചിലപ്പോൾ ഫാമിലിയുടെ പ്രഷറും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യവശാലായിരിക്കാം. ഇതിനെ എന്തായാലും ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നൊരു കാര്യം നമുക്ക് എങ്ങനെ നന്നാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഐ ലവ് വാട്ട് ഐ എം ഡൂയിങ് ആക്കാം? നോക്കൂ, ഇപ്പം എന്നോട് ചോദിക്കുകയാണ്, ഒന്ന് ഡൂയിങ് വാട്ട് യു ലവ്, രണ്ട് ലവിങ് വാട്ട് യു ഡു. ഞാൻ ആദ്യത്തെയാണ് ചൂസ് ചെയ്യുക. കാരണം നമ്മുടെ ഉള്ളിലൊരു ക്ലാരിറ്റി വേണം. എവറി യൂത്ത് ഷുഡ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദാറ്റ് ഐ ലവ്? ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഇതിൻ്റെ ക്ലാരിറ്റി ദൗർഭാഗ്യവശാൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്കേ ഉള്ളൂ. എനിക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? പലരും അതിൽ ദർ ഈസ് എ ലോങ് പ്രോസസ് ഓഫ് ട്രയൽ ആൻഡ് എറർ. ഇത് ചെയ്ത് നോക്കും, പിന്നെ അതിൽ കുറച്ച് കഴിഞ്ഞാൽ അത് ബോറിംഗ് ആവും. പിന്നെ വേറൊന്ന് ചെയ്ത് നോക്കും, പിന്നെ അത് ബോറിംഗ് ആവും. എന്നാൽ ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു ആർ വെരി ക്ലിയർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ക്ലാരിറ്റി? ചിലവർക്ക് ഈ ക്ലാരിറ്റി അത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ആശ്രയിച്ചിരിക്കും. ചില ആൾക്കാരിൽ ദേ ഹാവ് ദി എബിലിറ്റി, അവർക്ക് ശരിയായ ചോദ്യം ചോദിക്കാനുള്ള ഒരു എബിലിറ്റി കണ്ടുവരുന്നുണ്ട്. ചില ചോദ്യങ്ങളുണ്ട് നമ്മളോട് ചെറുപ്പം മുതൽ തന്നെ ചോദിക്കേണ്ടത്. അത് നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ അങ്ങനെ ഉള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ആദ്യം പഠിക്കാൻ ഒരു കാര്യം തരും, അതിൽ നിന്ന് ചോദ്യം ചോദിക്കുക. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് 90% ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ മെമ്മറി ടെസ്റ്റ്. എന്നാൽ എൻ്റെ അഭിരുചികൾ എന്താണ്, ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ വ്യവസ്ഥയെ കുറ്റപ്പെടുത്തുന്നതിനെ സൈഡിലാക്കി വെക്കാൻ പറ്റില്ല. വി നീഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സമയം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. ദർ ആർ ലോട്ട് ഓഫ് യൂത്ത്, എനിക്കറിയാം, അവർ വിചാരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ ആലോചിക്കണമായിരുന്നു, ഇപ്പോൾ എനിക്ക് ഐ എം കൺഫ്യൂസ്ഡ്, ഇനിയിപ്പോൾ ഏത് പോകണം, ഇനിയിപ്പോൾ കിട്ടിയതിലങ്ങ് പോവാം. അവിടെയാണ് പിന്നെ ലവിങ് വാട്ട് യു ഡു എന്ന് വരുന്നത്. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഓപ്ഷൻ. ഞാൻ പറയും, ഫസ്റ്റ് ഓപ്ഷൻ യു ഫൈൻഡ് ഔട്ട് വാട്ട് യു ലവ് ടു ഡു. അതിന് കുറച്ച് വർഷങ്ങൾ പോയാലും കുഴപ്പമില്ല, കുറച്ച് വർഷങ്ങൾ പോയിക്കോട്ടെ. നമ്മൾ വിചാരിക്കും നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഡോണ്ട് ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. ഈ പ്രോസസ്സ് 10 വയസ്സിൽ ചെയ്തില്ലെങ്കിൽ 20 വയസ്സിൽ ചെയ്യണം, 20 വയസ്സിൽ ചെയ്തില്ലെങ്കിൽ 30 വയസ്സിൽ ചെയ്യണം, 30 വയസ്സിലും ചെയ്തെത്തിയിട്ടില്ലെങ്കിൽ 40 വയസ്സിലെങ്കിലും ചെയ്യണം. യു മസ്റ്റ് ഡു ദിസ്. ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് പോയാൽ ദാറ്റ് ഈസ് കാൾഡ് എ ഫ്രസ്ട്രേറ്റഡ് ലൈഫ്. ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, പിന്നെ എൻ്റെ പ്രയോറിറ്റി എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടുന്ന ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് എ 9 to 5 ജോബ്. നമ്മുടെ വളരെയധികം യൂത്ത് ഈ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ഐ മസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ഐ ലവ്. ഇപ്പോൾ സമയത്തിന് വ്യത്യാസമുണ്ട്. 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ നമ്മൾ ചെയ്യുന്ന എഫർട്ട്, ദെൻ 20 തൊട്ട് 30 വരെ ചെയ്യുന്ന എഫർട്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. സെയിം ഡ്യൂറേഷനാണ് 10 കൊല്ലം. ഒരു കുട്ടിയെ 10ാമത്തെ വയസ്സിൽ പാട്ട് പഠിക്കാൻ ഇരുത്തിയിട്ട് 10 കൊല്ലം ട്രെയിനിങ് കൊടുത്ത് 20 വയസ്സാകുമ്പോൾ, എന്നാൽ വേറൊരാളെ 20 വയസ്സിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് വന്നു, 20 to 30 അയാളുടെ, ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ എത്ര നേരത്തെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. അതുകൊണ്ട് ഇനിയും ആ ചോദ്യം ചോദിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയാൽ മതി. ഇറ്റ് ഇസ് നെവർ ടു ലേറ്റ് ടു ലേൺ. എനിക്ക് വയസ്സ് 70 ഞാൻ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, പ്ലീസ് ഡു ഇറ്റ് നൗ. എന്നാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന പോലെ അടുത്ത ജന്മത്തിലെങ്കിലും വി വിൽ ഗെറ്റ് ക്ലാരിറ്റി. ഇപ്പോഴും ചോദിച്ചില്ലെങ്കിൽ അപ്പോഴും ഉണ്ടാവില്ല. ദിസ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ക്ഡ്. അപ്പോൾ ഒരു റിഫൈൻഡ് തോട്ട് പ്രോസസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് വേണ്ട നമ്മുടെ ലക്ഷ്യം, നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ലക്ഷ്യം, മറ്റുള്ളവരെ നോക്കിയിട്ടുള്ള ലക്ഷ്യമല്ല. അവരത് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അത്തരം അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഫീൽഡ് വളരെ തിളക്കമുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ലോജിക് ബിൽഡിംഗ് വളരെ വീക്കാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കും. ഐ നീഡ് ദാറ്റ് ഗ്ലാമർ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നാച്ചുറലി ഐ കുഡൻറ്റ് ഫിനിഷ് ദാറ്റ്.
കാരണം അതെൻ്റെ എബിലിറ്റി അല്ലായിരുന്നു. അപ്പോൾ ഇത്തരം നമ്മളിനി പറയാം അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. ബട്ട് ഇഫ് ദർ ഈസ് ക്ലാരിറ്റി, നമ്മൾ ഇത്തരം ഓക്വേർഡായിട്ടുള്ള ട്രയൽ ആൻഡ് എറർ ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ മേഖല കണ്ടുപിടിക്കാൻ പറ്റും. പ്രഭാത് ഭായ് പറഞ്ഞില്ലേ ഈ 10 വയസ്സിൽ കണ്ടുപിടിക്കുക, 20 വയസ്സിൽ കണ്ടുപിടിക്കുക. ഒരു നോർമൽ ഇന്ത്യൻ ഫാമിലിയിൽ ഈ 10-15 വയസ്സ് എന്ന് പറയണത് അങ്ങനെ ഫ്രീഡം ഇല്ല, അത് കണ്ടുപിടിക്കാനുള്ള ഫ്രീഡം ഇല്ല. അതിനു മുമ്പ് തന്നെ പാരൻസ് ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ആക്ടർ ആവാനാണ് ആഗ്രഹം, പക്ഷെ അവരുടെ പാരൻസിനാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബാണ് ഇഷ്ടമെങ്കിൽ ഈ കുട്ടിക്ക് പാരൻസിനെ വിഷമിപ്പിക്കാനും പറ്റില്ല, സ്വന്തം സ്വപ്നം സാക്രിഫൈസ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഒരു സ്നേഹവും സ്വപ്നവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ്. ഒരുപാട് പേർക്ക് ഈ സംശയമുണ്ട്. പാരൻസിനും ശരിക്കും ഇത് ഒരു 2 വേ, ഇത് കട്ട് ചെയ്ത് 2 ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഇതൊരു യൂത്ത് ഇഷ്യൂ ആണ്, ഇതൊരു പാരൻസിൻ്റെ ഇഷ്യൂ ആണ്. സൈക്കോളജിസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ ഒരു സെഷൻ കുട്ടിക്കും ഒരു സെഷൻ പാരൻസിനും വെച്ച് പിന്നെ 2 പേരെ ഇരുത്തി ചെയ്യേണ്ട തരം ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മെയിൻലി നമുക്ക് യൂത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കാം. ഇപ്പോൾ ശ്രേയ ചോദിച്ച ഈ ആക്ടർ എന്നുള്ള ഒന്നുണ്ടല്ലോ, when you become an actor it is a whole different thing. You become a singer, you become a dancer, you become a drama artist, an actor. ഇത് മറ്റ് ജോബുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇത് സ്വന്തം പാഷൻ കൊണ്ട് നമുക്ക് ഐ റീസെൻ്റ്ലി വാച്ച്ഡ് ഇന്നലെ മിഥുൻ ചക്രവർത്തി, ദ ഫോർമർ ബോളിവുഡ് ഹീറോ മിഥുൻ ചക്രവർത്തി, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഫുട്പാത്തിലാണ് ഉറങ്ങിയിരുന്നത് കുറേ ദിവസം. ഫുട്പാത്തിൽ അവിടുന്ന് പോലീസുകാർ ഓടിച്ചു വിടുമ്പോൾ വേറൊരു ഭാഗത്ത് പോയിട്ട് കിടക്കും. സ്ട്രഗ്ലിങ്ങിൻ്റെ സമയം, ഏതെങ്കിലും ഒരു ചാൻസ്, ബോളിവുഡ് ആ ഫിലിം സിറ്റിയുടെ ചുറ്റുമായിട്ട് ആൾ കറങ്ങി നടക്കും, സംവിധായകരെ കാണും, കാല് പിടിക്കും, ചോദിക്കും, ചെറിയ റോള്, അതിനാണ് ഇത്. അപ്പോൾ ഹീസ് ഫ്രം എ വെരി ഗുഡ് ഫാമിലി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് ഉറപ്പ് വേണം. ഇപ്പം ഞാൻ ഒരു പേരും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നവാസുദ്ദീൻ സിദ്ദീഖി എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ ദിസ് സെയിം, ആ ചെറിയ റോൾസിന് വേണ്ടിയിട്ട് പട്ടിണി കിടന്ന് അവിടുന്ന് പോവാതെ വീട്ടിലേക്ക് അദ്ദേഹം നുണ പറയുകയാണ് ചെയ്തത്, എനിക്ക് ഇന്ന ജോലിയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വൈ ഡിഡ്ന്റ് ദേ ക്വിറ്റ്? ഇത് ഒരു 9 to 4 ജോബിൻ്റെ സെക്യൂരിറ്റി ഒന്നും ഇതിനില്ല. ദർ ഈസ് നോ ഗ്യാരണ്ടി നിങ്ങളൊരു ആക്ടറായിട്ട് മാറും ജനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ. ബട്ട് ഡിഡ് ഇറ്റ്. എന്താണ് ഗ്യാരണ്ടി? പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ള തരത്തിലുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടോ അതിന്? നാച്ചുറലി അച്ഛനമ്മമാർക്ക് ഭയം ഉണ്ടാവും. കാരണം അച്ഛനമ്മമാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരിക്കാം. ആരാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ? റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിച്ചാൽ അറിയാം. ഐ റെക്കമെൻഡ് ദാറ്റ് ബുക്ക് വെരി ഹൈലി ടു എവ്രി വൺ. റോബർട്ട് കിയോസാക്കി പറഞ്ഞു, എനിക്ക് 2 അച്ഛന്മാരുണ്ടായിരുന്നു. അത് ഏതർത്ഥത്തിൽ? അദ്ദേഹത്തിൻ്റെ സ്വന്തം അച്ഛൻ ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ പോലെ ചിന്തിക്കുന്ന ഒരാൾ, സെക്യൂരിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ, മാസശമ്പളത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ ഹി വാസ് എൻ എൻ്റർപ്രനോർ, അതൊരു സംരംഭകനായിരുന്നു. അദ്ദേഹം പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണ് വ്യാപൃതനായത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അച്ഛനോട്, ഐ വാണ്ട് ടു മേക്ക് മണി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നീ പൈസ ഉണ്ടാക്കുന്നത് എൻ്റെ ജോലിയല്ല, ഐ ആം എൻ എംപ്ലോയി. ഇദ്ദേഹം ചോദിച്ചു, എനിക്ക് നിറയെ പൈസ ഉണ്ടെങ്കിൽ എന്താണ് വഴി? അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ അച്ഛൻ തല ചുറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഐ ഹാവ് നോ ഐഡിയ, നീ ഡേവിഡിൻ്റെ അച്ഛനോട് ചോദിക്കുക, ഹീസ് എൻ എൻ്റർപ്രനോർ. അപ്പോൾ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് വഴി പറഞ്ഞു തരാം, പക്ഷെ നീ എൻ്റെ കൂടെ നിന്നാൽ മതി. ബട്ട് ഹീ സെഡ്, നീ എൻ്റെ കൂടെ നിന്നാൽ മതി, ബട്ട് ഐ വിൽ നോട്ട് പേ യു, ഞാൻ പൈസ തരില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് വിഷമമായി. പൈസ തരില്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഓടിന്നാൽ ഇദ്ദേഹം പറയുന്നതൊക്കെ ചെയ്യണം, കുറച്ചെന്തെങ്കിലും തരണ്ടേ? ഐ വിൽ നോട്ട് പേ യു. എന്തുകൊണ്ട്? ദ മൊമെൻറ്റ് ഐ പേ യു, യു വിൽ തിങ്ക് ലൈക്ക് എൻ എംപ്ലോയി. പൈസ കയ്യിൽ മാസം കിട്ടിയാൽ പിന്നെ എംപ്ലോയിയെ പോലെ ചിന്തിക്കാൻ തുടങ്ങും. എൻ്റർപ്രനേഴ്സ് വർക്ക് ഫോർ ഫ്രീ. ഇതൊരു വലിയ തത്വമാണ്. സ്കൂളിൽ ഇത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഇറ്റ്സ് ക്വൈറ്റ് റെവല്യൂഷണറി. ഇതിനോട് യോജിക്കാത്തവരുണ്ടാവാം, പക്ഷേ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്.
സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഡോണ്ട് മേക്ക് മിസ്റ്റേക്സ്, ഡോണ്ട് ടോക്ക് ടു ദ പേഴ്സൺ സിറ്റിംഗ് നെക്സ്റ്റ് ടു യു. ഇങ്ങനെയൊക്കെ വളർന്നാൽ നിങ്ങൾക്ക് ലോകത്തിൽ ജീവിക്കാനേ പറ്റില്ല. യു മസ്റ്റ് മേക്ക് മിസ്റ്റേക്സ്. നിങ്ങൾ തെറ്റുകൾ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തെറ്റായിരുന്നു. നിങ്ങൾ തെറ്റേ ചെയ്യാൻ പാടില്ല. ദെൻ യു വിൽ നോട്ട് ബി ഏബിൾ ടു, നിങ്ങൾക്ക് ഭൂമിയിൽ ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ടു ഡിഫറെൻറ്റ് സ്ട്രീംസ്. ഡു യു വാണ്ട് ടു ബി എൻ എംപ്ലോയി? ഡു യു വാണ്ട് ടു ബിക്കം എൻ എൻ്റർപ്രന്യൂർ? അല്ലെങ്കിൽ ജീവിതം സ്വന്തം നിലയ്ക്ക് ജീവിക്കുന്ന ഒരാൾ. ആ ഒരു ശക്തി, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ നാച്ചുറലി ഭയമുള്ള, സെക്യൂരിറ്റിയെക്കുറിച്ച് ഭയമുള്ള നിങ്ങളുടെ അച്ഛനമാർക്ക് സംശയം തോന്നാം. ദാറ്റ് ഈസ് നാച്ചുറൽ. ബട്ട് നിങ്ങൾക്ക് ആ നവാസുദ്ദീൻ സിദ്ദീഖിയെ പോലെയുള്ള സ്പിരിറ്റോ അല്ലെങ്കിൽ മിഥുൻ ചക്രവർത്തിയെ പോലെയുള്ള സ്പിരിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. ഇഫ് യൂത്ത് ക്യാൻ റെക്കഗ്നൈസ് ദാറ്റ്, ഗോ ഫോർ ഇറ്റ്. മിഥുൻ ചക്രവർത്തി ആയിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനന്മാർക്ക് ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. കുറേ കാലം അവർ മിണ്ടാതിരുന്നു. ഇറ്റ്സ് നാച്ചുറൽ. പക്ഷേ ഇദ്ദേഹം നല്ല അനുസരണയുള്ള കുട്ടിയായ ഇദ്ദേഹം അതിനെ ഒന്നും കണക്കാക്കാതെ ഹി അച്ചീവ്ഡ് വാട്ട് ഹി വാണ്ട്. അമിതാഭ് ബച്ചൻ ഒക്കെ തിളങ്ങി നിൽക്കുന്നതിൻ്റെ മുമ്പ് ഇറ്റ് വാസ് മിഥുൻ ചക്രവർത്തി ഹു വാസ് ഓൾ ഇൻ ഓൾ ഓഫ് ബോളിവുഡ്. അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തത്? പട്ടിണി കിടന്ന്, ഫുട്പാത്തിൽ കിടന്നിട്ട്. ഡു യു ഹാവ് ദാറ്റ് മച്ച് ഗട്ട്സ്? അപ്പോൾ എൻ്റെ ക്ലാരിറ്റിയാണ് ഇവിടെ. അയ്യോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്, എന്നാലും എനിക്കൊരു ആക്ടർ ആവണം. ദാറ്റ് വിൽ നോട്ട് ഡു. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആക്ടർ ആവണം, അതിന് എന്തും സഹിക്കാൻ തയ്യാറായിരിക്കണം. അച്ഛനമ്മമാർ കുറേ കാലം സംസാരിക്കില്ല നിങ്ങളോട്, നിങ്ങൾക്ക് എവിടുന്നും സപ്പോർട്ട് കിട്ടില്ല. ബട്ട് യു ഷുഡ് മൂവ് ഓൺ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആൻഡ് യു വിൽ അച്ചീവ്. ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ബിക്കോസ് ഈ സ്വപ്നങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അച്ഛനമ്മമാർ തങ്ങളുടെ സ്വപ്നം കുട്ടികളുടെ മേലെ വയ്ക്കുമ്പോൾ കുട്ടികൾ വേറൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ അവർ നാച്ചുറലായിട്ട് നിരാശരാകും. അവർ 5 കൊല്ലത്തേക്ക് നിരാശരായിക്കോട്ടെ, നോ പ്രോബ്ലം. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. മേക്കപ്പ് ചെയ്യണം, അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഇല്ല അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ അവരുടെ സ്വപ്നമായില്ല, ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ എ വെരി കൺഫ്യൂസ്ഡ് പേഴ്സണാലിറ്റി. അപ്പം ഞാൻ എന്താണ്, എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ദൃഢനിശ്ചയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഡു ഐ ട്രസ്റ്റ് മൈസെൽഫ്? നവാസുദ്ദീൻ സിദ്ദീഖ്, നമ്മൾ പറഞ്ഞ 2 എക്സാമ്പിൾ, മിഥുൻ ചക്രവർത്തി, ദേ ബിലീവ്ഡ് ഇൻ ദംസെൽവ്സ്. എല്ലാവരും അങ്ങനെ തന്നെ. ഐ ഹേർഡ് ദാറ്റ് അമിതാഭ് ബച്ചൻ വാസ് റിജക്റ്റഡ് ബിക്കോസ് ഓഫ് ഹിസ് വോയിസ്. തൻ്റെ ശബ്ദം നന്നല്ല എന്ന് പറഞ്ഞിട്ട് ആൾ ഇന്ത്യ റേഡിയോ അദ്ദേഹത്തിനെ റിജക്റ്റ് ചെയ്തു. ആ ശബ്ദമാണ് ഇപ്പോൾ എല്ലാവരും പിന്നാലെ നടന്ന് ചോദിക്കുന്നത്, ക്യാൻ വി ഗെറ്റ് യുവർ വോയിസ്? സോ ദിസ് ഈസ് സക്സസ്. അപ്പോൾ ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ you should follow your dreams irrespective of what your parents say. നമുക്കിന്ന് യൂത്തിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് കൺസേൺസിന് ക്ലാരിറ്റി കിട്ടി. ഇനി അടുത്ത യൂത്ത് ടോക്കിൽ കാണാം. ടിൽ ദെൻ ബൈ.